ഹായ് പ്രിയ കൂട്ടുകാരെ, ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണല്ലോ. അതുകൊണ്ട് ഇന്ന് ഞാൻ പെസഹ അപ്പം ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഉഴുന്ന് പരിപ്പെടുത്തിട്ടുണ്ട്. മെഷർമെൻറ്റ് കപ്പിൽ അര കപ്പ് 250 കപ്പിൽ അര കപ്പ് ഉഴുന്നെടുത്ത് കുതിർക്കാൻ ഇട്ടിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഈ ഉഴുന്ന് കുതിർക്കണം. ഞാനിന്ന് പെസഹ അപ്പം ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 250 മെഷർമെൻറ്റ് കപ്പിൽ ഏകദേശം 1/4 കപ്പ് ഉഴുന്നെടുത്ത് ഒരു 1/4 മണിക്കൂർ മുൻപ് കൂരാൻ ഇട്ടിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് അരച്ചെടുക്കാം. അതുപോലെ ഈ കപ്പ് കൊണ്ട് തന്നെയാണ് 2 കപ്പ് പത്തിരിയുടെ വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. 3-4 ചെറിയ ഉള്ളി, 3-4 ചെറിയ വെളുത്തുള്ളി, കുറച്ച് നല്ല ജീരകം. നമുക്ക് ആദ്യമായിട്ട് ഈ ഉഴുന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക്, മിക്സ് ചെയ്യുന്ന പാത്രത്തിലേക്ക് തന്നെ മാറ്റി വെച്ചേക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അരിപ്പൊടിയും തേങ്ങയും ജീരകവും ഒക്കെ ഇട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ ഞാൻ 2 സ്റ്റെപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത്. എനിക്ക് ഒറ്റ സ്റ്റെപ്പിൽ നിൽക്കത്തില്ല. ഞാൻ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അത് പെസഹാപ്പം ഉണ്ടാക്കാൻ പറ്റാത്ത എൻ്റെ സഹോദരങ്ങൾക്കും കൂടെ കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പകുതി ഐറ്റമാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് തേങ്ങ, കുറച്ച് ഉള്ളി, ജീരകം ഇതെല്ലാം കൂടി ചേർത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് അരച്ചെടുക്കാം. ഇത് കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളമാണ്. ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. നമ്മൾ ഇത് അരച്ച് വെച്ചതാണ്. അരിപ്പൊടിയും ജീരകവും ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അരച്ചതാണ്. ഇതിനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന ഉഴുന്നിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ എടുത്ത സാധനങ്ങളെല്ലാം അരച്ച് ഒന്നിച്ചാക്കിയിട്ടുണ്ട്. ഉഴുന്നും അരിപ്പൊടിയും ജീരകം, നല്ല ജീരകമാണ്, നല്ല ജീരകം, ഉള്ളി, വെളുത്തുള്ളി. ഇതിനോടൊപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്നത് നമുക്ക് കൈവച്ച് വേണമെങ്കിൽ മിക്സ് ചെയ്യാം, സ്പൂൺ വെച്ച് വേണമെങ്കിൽ മിക്സ് ചെയ്യാം. ഞാൻ ഈ പെസഹ അപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ലോകരക്ഷകനായ ഈശോയുടെ ആ പീഡാനുഭവത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ജനങ്ങളായ നമുക്ക് വേണ്ടിയല്ലേ ഈശോ ഇത്രയും പാടുപെട്ട് പീഡകൾ സഹിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും പാവങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ടത്. അത് ഓർത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പെസഹ അപ്പം ഉണ്ടാക്കുന്നത്. ഈശോ അവസാന നാളിൽ, അതായത് പെസഹ വ്യാഴാഴ്ച, ഈശോയുടെ കുരിശുമരണത്തിൻ്റെ തലേ ദിവസം ഈശോയുടെ ശരീരം നമുക്ക് വേണ്ടി, ശരീരവും രക്തവും നമുക്ക് വേണ്ടി പാനം ചെയ്ത ഒരു ദിവസമായിട്ടാണ് നാം ഇന്ന് ഈ പെസഹ വ്യാഴം ആചരിക്കുന്നത്. ഞങ്ങൾ ഈ സമയം ഇതൊക്കെ ഓർക്കുന്നുണ്ട്, ഈ പീഡാനുഭവത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ഈ അപ്പം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അങ്ങനെ വെച്ചേക്കും. പള്ളിയിൽ പോയിട്ട് വന്നതിന് ശേഷം മാത്രമേ ഈ അപ്പം മുറിച്ച് ഞങ്ങൾ പങ്കുവയ്ക്കാറുള്ളൂ കേട്ടോ. ഇത് പുളിക്കാത്ത അപ്പമായതിനാൽ നമ്മളിത് ഈ മാവ് പുളിക്കാൻ വെക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഏത് പാത്രത്തിലാണോ സ്റ്റീം ചെയ്യേണ്ടത് ആ പാത്രത്തിലോട്ട് മാറ്റിയേക്കാം. ഈ പരുവത്തിലാണ് മാവ് കലക്കിയെടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ പുളിക്കാൻ വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പുളിപ്പില്ലാത്ത അപ്പമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 5 മിനിറ്റോ 10 മിനിറ്റോ ആയതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ സ്റ്റീം ചെയ്യാൻ വെക്കുന്നത് അതിലോട്ട് നമുക്ക് മാറ്റിയേക്കാം. ഞാൻ ഈ പാത്രത്തിലാണ് പെസഹ അപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഈ പാത്രത്തിലേക്ക് ഒരല്പം കുക്കിംഗ് ഓയിൽ ചേർത്തിട്ടുണ്ട്. 4 ചുറ്റും അതൊന്ന് തേച്ചിട്ട് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് മാവ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് സ്റ്റീമറിലോട്ട് വെച്ച് കൊടുക്കണം. വെച്ച് ഇതിലേക്ക് ഒരു 10-20-25 മിനിറ്റോളം നമ്മളിത് തീയിൽ വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഇത് സ്റ്റീമറിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് വെഞ്ചരിച്ച ഓല കിട്ടുമല്ലോ, ആ ഓല വെട്ടിയെടുത്തിട്ടാണ് കുരിശുണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതിനെ നമ്മൾ കുരിശപ്പം എന്ന് പറയും, പെസഹ അപ്പം എന്ന് പറയും, പുളിപ്പില്ലാത്ത അപ്പം എന്നും പറയും. ഇതൊന്ന് ഒരു 10-20 മിനിറ്റ് നേരം വെന്ത് വരട്ടെ.
ഞാൻ 2 പാത്രത്തിലോട്ടാണ് വെച്ചിരിക്കുന്നത്. ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ടും സഹോദരങ്ങൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ടുമാണ് ഈ ക്വാണ്ടിറ്റി കൂട്ടിയത് തന്നെ. ഇങ്ങനെ ഞാൻ 2 പാത്രത്തിലോട്ടാണ് കുരിശപ്പം ഉണ്ടാക്കുന്നത്. ഞങ്ങൾ പണ്ട് കാലത്ത് അമ്മ ഈ കുരിശപ്പം ഉണ്ടാക്കുന്ന സമയം ഇതിനോട് മുക്കി കഴിക്കുന്ന ശർക്കരപ്പാനി ഉണ്ടാക്കാറില്ല. ഈ ചില സമയം ഞാനത് ഉണ്ടാക്കാറുള്ളത്. എന്തായാലും ഇന്ന് ഞാനത് ഉണ്ടാക്കി കാണിക്കുന്നതാണ്. നമ്മുടെ കുരിശപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ വേവ് അറിയണമെന്നുണ്ടെങ്കിൽ ഏകദേശം 25 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടുന്നതാണ്. സംശയമുള്ളവർക്ക് ഒരു സ്റ്റിക്കോ ഒരു ഈർക്കിലിയോ എടുത്ത് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാവുന്നതാണ്. ഇത് വെന്ത് കഴിഞ്ഞാൽ ഈ ഈർക്കിലിയിൽ ഒന്നും തന്നെ വരത്തില്ല. ഇത് വെന്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ കുരിശപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി തീ ഓഫ് ചെയ്ത് മാറ്റി വെച്ചേക്കാം. അതിനോടൊപ്പം വെച്ചത് റെഡി ആയിട്ടില്ല. അത് ഞാനൊരു പ്ലേറ്റിലാണ് ഒഴിച്ച് വെച്ചേക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് നോക്കാം. അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊരു 2 മിനിറ്റ് 5 മിനിറ്റോളം വെച്ചിട്ട് വീണ്ടും നമുക്കിത് തീ ഓഫ് ചെയ്ത് മാറ്റിയേക്കാവുന്നതാണ്. അധിക സമയമൊന്നും വേണ്ട. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പള്ളിയിൽ പോകുന്നതിന് 1 മണിക്കൂർ മുമ്പ് നമുക്ക് ഇത് റെഡിയാക്കിയെടുക്കാം. പള്ളിയിൽ പോയി വന്നിട്ട് നമുക്ക് ഇത് വെട്ടി ഭക്ഷിക്കുകയും ചെയ്യാം. അതാണ് ഇതിൻ്റെ രീതി. പണ്ട് കാലത്ത് ഞങ്ങളുടെ അമ്മയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. പള്ളിയിൽ പോകുന്നതിന് 1 മണിക്കൂർ മുമ്പേ ആയിട്ടാണ് ഉണ്ടാക്കി വയ്ക്കുന്നത്. പള്ളി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾക്കത് മുറിച്ച് തരുമായിരുന്നു കേട്ടോ. നമ്മൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ കൂടെ കഴിക്കേണ്ട പാലാണ് റെഡിയാക്കുന്നത്. അതിനു വേണ്ടി ഞാൻ കുറച്ച് ശർക്കര ഉരുക്കി അരിച്ച് വെച്ചേക്കുന്നതാണ്. അതിലേക്ക് ഞാൻ കുറച്ച് 2-ാം പാൽ, തേങ്ങയുടെ കുറച്ച് 2-ാം പാൽ എടുത്തിട്ടുണ്ട്. ഇത് 1-ാം പാൽ, ഇത് 3-ാം പാലാണ് എടുത്തിരിക്കുന്നത്. ഈ 3-ാം പാലിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ അരിപ്പൊടി ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ പാലുണ്ടാക്കുമ്പോൾ കുറച്ച് തിക്നെസ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ അരിപ്പൊടി ചേർക്കുന്നത് കേട്ടോ. ഇതുപോലെ കലർത്തി നമുക്ക് പാലുണ്ടാക്കാം. നമ്മുടെ ശർക്കര നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് 2-ാം പാൽ കലർത്തി കൊടുക്കാമേ. അതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. നമ്മുടെ ശർക്കരയും 2-ാം പാലും നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കലർത്തി വെച്ചേക്കുന്ന 2 ടീസ്പൂൺ മാവ് കലർത്തി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് തിക്നെസ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഒഴിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാല് റെഡി ആയിട്ടുണ്ട്. ഈ പരുവത്തിനാണ് ഞങ്ങൾ പാലെടുക്കുന്നത്. അതിനാണ് 2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് ഈ തിക്നെസ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ അങ്ങനെ ആക്കിയത്. അതിലേക്ക് നമ്മൾ കുറച്ച് നല്ല ജീരകം പൊടിച്ചതും ഏലക്ക പൊടിച്ചതും ചുക്ക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാമേ. ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഇതോടുകൂടി തീ നമുക്ക് ഓഫ് ചെയ്തേക്കാം. തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഫസ്റ്റ് പാലുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ രസകാപ്പത്തിനുള്ള പാല് റെഡിയായിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും ചെയ്ത് നമ്മുടെ പെസഹ വ്യാഴാഴ്ചയുടെ ഒരു ഈശോ നമുക്ക് വേണ്ടി മരിച്ചതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. എല്ലാവരും ഇത് ചെയ്യുക. ഒരു അല്പസമയം മാത്രം മതി കേട്ടോ ഇത് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട്. ഞങ്ങൾ ഇന്നത്തേക്കുണ്ടാക്കിയ പുളിപ്പില്ലാത്ത അപ്പവും പാലും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. അരമണിക്കൂർ കൊണ്ട് ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ.